ഇന്ന് അക്കൗണ്ടൻസിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ്. ഡിബഞ്ചർ ഹോൾഡറിന് ലഭിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ബി ഡിവിഡൻഡ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്, ഓപ്ഷൻ ഡി കമ്മീഷൻ, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. ഡിബഞ്ചർ ഹോൾഡറിന് കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ച് അത് സ്വീകരിക്കുന്ന ആൾക്കാർക്ക്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എപ്പോഴും ലഭിക്കുന്ന ആ ഒരു പ്രതിഫലം അറിയപ്പെടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിനാണ് സാധാരണ കേസിൽ ഡിവിഡൻഡ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് എ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ അത് എന്താണ്? ഓപ്ഷൻ എ റവന്യൂ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി റവന്യൂ ലോസ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ ലോസ്, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ പ്രോഫിറ്റ്. ആൻസർ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പ്രീമിയത്തിലാണ് ഡിബഞ്ചറും ഷെയറും ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് വരുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ഓഫ് എ ക്യാപിറ്റൽ എ കമ്പനി ക്യാൻ ഇഷ്യൂ ഈസ് കോൾഡ് ഡാഷ് ക്യാപിറ്റൽ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ക്യാൻ ഇഷ്യൂ ഈസ് കോൾഡ് ഡാഷ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ക്യാപിറ്റൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ എ കോൾഡ് അപ്പ്, ഓപ്ഷൻ ബി സബ്സ്ക്രൈബ്ഡ്, ഓപ്ഷൻ സി ഓതറൈസ്ഡ്, ഓപ്ഷൻ ഡി ഇഷ്യൂഡ്, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റൽ അറിയപ്പെടുന്ന പേരാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂലി ഇൻകോർപ്പറേറ്റഡ് കമ്പനി cannot issue shares at. പുതിയതായി രൂപം കൊടുത്ത ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയാത്തത് ഏതിലാണ്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഷെയർ ആണ് പുതിയതായി രൂപീകരിച്ച ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത്? ഓപ്ഷൻ എ അറ്റ് പാർ, ഓപ്ഷൻ ബി ഡിസ്കൗണ്ട്, ഓപ്ഷൻ സി പ്രീമിയം, ഓപ്ഷൻ ഡി മാർക്കറ്റ് വാല്യൂ, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. പുതിയതായി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കഴിയാത്തത് ഡിസ്കൗണ്ടിലാണ്. ഡിസ്കൗണ്ടിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഷെയർസ് ആർ ഓവർ സബ്സ്ക്രൈബ്ഡ് അലോട്ട്മെന്റ് ഈസ് മെയ്ഡ് ഓൺ ഡാഷ് ബേസിസ്. ഒരു ഷെയറിന് ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് തന്നെ അത് എന്താണ്, ബൾക്കായിട്ടുള്ള ആപ്ലിക്കേഷൻ വരികയും അത് നമ്മുടെ ക്യാപിറ്റലിനെക്കാട്ടിലും, നമുക്ക് വേണ്ടിയ ക്യാപിറ്റലിനെക്കാട്ടിലും കൂടുതലാകുകയും ചെയ്തു കഴിയുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഓവർ ക്യാപിറ്റൽ എന്ന് പറയും. അങ്ങനെ ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഷെയറിന്റെ അലോട്ട്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഓപ്ഷൻ ബി ടോട്ടൽ ഡിമാൻഡ്, ഓപ്ഷൻ സി പ്രോറേറ്റ, ഓപ്ഷൻ ഡി ഇക്വാലിറ്റി, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രോറേറ്റ ബേസിലായിരിക്കും. പ്രോറേറ്റ ബേസ് എന്ന് പറയുമ്പം ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഇത്രയേ ഉള്ളൂ. 1000 ചോദിച്ചിട്ടുള്ളവർക്ക് എന്താണ് അതിന്റെ ആനുപാതികമായിട്ട് കൊടുക്കുക, 100 ചോദിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ആനുപാതികമായിട്ട് കൊടുക്കുക. ഏതായാലും മൊത്തം പേർക്കും അതിന്റെ അനുസരിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള രീതിയാണ് പ്രോറേറ്റ ബേസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് ഡാഷ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ്. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഏത് ക്യാപിറ്റലാണ്? ഓപ്ഷൻ എ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി പെൻഡിങ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒന്നുകൂടെ ഓർമ്മയിൽ വെച്ചിരിക്കുക. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റലാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പനീസ് ഫോർ പ്രൊമോഷൻ ഓഫ് സയൻസ്, ആർട്ട്, culture, etc.
ആർ കോൾഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ. ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് ആർട്സ്, സയൻസ്, അതുപോലെ കൾച്ചർ എന്നിവയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനിയാണെങ്കിൽ ആ കമ്പനി ആർ കോൾഡ് കമ്പനീസ് ഈസ് ലിമിറ്റഡ് ബൈ. ആ കമ്പനിയെ ഏത് തരത്തിലുള്ള കമ്പനിയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? ഓപ്ഷൻ എ ബൈ ഷെയർസ്, ഓപ്ഷൻ ബി ബൈ ഗ്യാരണ്ടി, ഓപ്ഷൻ സി ബൈ ലയബിലിറ്റി, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ സയൻസ്, ആർട്ട്, കൾച്ചർ ഇതുപോലെയുള്ളവയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന കമ്പനിയാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്നറിയപ്പെടുന്നത്. ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. ഫോർഫീറ്റഡ് ഷെയറിന്റെ പ്രോഫിറ്റ് നമ്മൾ സാധാരണയായി എങ്ങോട്ടെയാണ് മാറ്റുന്നത്? ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആപ്ലിക്കേഷൻ വിളിച്ചു, അലോട്ട്മെന്റ് വിളിച്ചു, ഫസ്റ്റ് കോൾ വിളിച്ചു, അത്രയും വരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങി. സെക്കൻഡ് കോൾ വിളിച്ചപ്പം അവർ പൈസ അടയ്ക്കുന്നില്ല. അവർക്ക് കൊടുത്തിരുന്ന ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആ ഷെയറിങ് കണ്ടെടുക്കുകയാണ്. അങ്ങനെ ഷെയറിങ് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, അത് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണോ, എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഷെയർ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ റിസർവ്, ഓപ്ഷൻ സി ജനറൽ റിസർവ്, ഓപ്ഷൻ ഡി പി ആൻഡ് എൽ അക്കൗണ്ട്. ആൻസർ ഓപ്ഷൻ ബി ക്യാപിറ്റൽ റിസർവ്. ഓപ്ഷൻ ബി ക്യാപിറ്റൽ റിസർവ്. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് കമ്പനീസ് ആർ ഫോംഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ്. പബ്ലിക് കമ്പനീസും ഗവൺമെന്റ് കമ്പനീസും ഫോം ചെയ്യുന്നത് ആരുടെ താല്പര്യപ്രകാരമാണ്? ഓപ്ഷൻ എ ഷെയർ ഹോൾഡേഴ്സ്, ഓപ്ഷൻ ബി ബിസിനസ്മെൻ, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി പബ്ലിക്. പബ്ലിക് കമ്പനീസും ഗവൺമെന്റ് കമ്പനീസും എപ്പോഴും രൂപം കൊള്ളുന്നത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ മുൻനിർത്തിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അൺകോൾഡ് ക്യാപിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഷെയർ, ഓപ്ഷൻ ബി റിസർവ്, ഓപ്ഷൻ സി ബോറോവ്ഡ്, ഓപ്ഷൻ ഡി പ്രിഫറൻസ് ഷെയർ, ഓപ്ഷൻ ഇ നൺ ഓഫ് ദിസ്. തിരിച്ചു എടുക്കാത്ത അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ആ ഭാഗം നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല, അങ്ങനെയുള്ള ക്യാപിറ്റൽ അറിയപ്പെടുന്ന പേരാണ് റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് ജേണൽ ആൻഡ് ലെഡ്ജർ. ഒരേ സമയം തന്നെ ജേണലായിട്ടും ലെഡ്ജറായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കരുതുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ഡേ ബുക്ക്, ഓപ്ഷൻ ബി ക്യാഷ് ബുക്ക്, ഓപ്ഷൻ സി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ഡി ജേണൽ പ്രോപ്പർ. ഒരേ സമയം തന്നെ ജേണലായിട്ടും ലെഡ്ജറായിട്ടും പരിഗണിക്കുന്നത് ക്യാഷ് ബുക്കിനെയാണ്. ക്യാഷ് ബുക്കാണ് ഒരേ സമയം ജേണലും ലെഡ്ജറും. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ കറക്റ്റ്നെസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ കറക്റ്റ്നെസ് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ഡേ ബുക്ക്, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓപ്ഷൻ ഡി ട്രയൽ ബാലൻസ്. എന്തായിരിക്കും ട്രയൽ ബാലൻസ്? ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ കറക്റ്റ്നെസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ എഫ്.ആർ.എം. ഡുപോള, ഓപ്ഷൻ ബി ഹെൻറി ഫയോൾ, ഓപ്ഷൻ സി ലൂക്ക പാഷ്യോളി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ, മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂക്ക പാഷ്യോളിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് സിസ്റ്റം ഫോർ മെയിൻറ്റെയിനിങ് പെറ്റി ക്യാഷ് ബുക്ക് ഈസ്. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെസ്റ്റ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ ഇംപ്രസ്ഡ് സിസ്റ്റം, ഓപ്ഷൻ ബി ക്യാഷ് സിസ്റ്റം, ഓപ്ഷൻ സി മിക്സഡ് സിസ്റ്റം, ഓപ്ഷൻ ഡി അനലിറ്റിക്കൽ സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഏതാണ്? ഇംപ്രസ്ഡ് സിസ്റ്റം. അല്ലാന്നുണ്ടെങ്കിൽ മുന്നിലത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് തന്നെയാണ് ക്യാഷ് ഫ്ലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മെഷീനറി പർച്ചേസ്ഡ് ഫോർ rupees 10,000 ഈസ് ഡെബിറ്റഡ് ഇൻ മെഷീനറി അക്കൗണ്ട് ആസ് rupees 1,000.
ഇറ്റ് ഈസ് ആർ എറർ ഓഫ്. മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ ഒറിജിനലായിട്ട് നമുക്ക് 10,000 രൂപയായി, പക്ഷേ മെഷീനറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് 1000 രൂപ മാത്രമാണ്. ഇത് ഏത് ടൈപ്പിലുള്ള എററാണ്? ഓപ്ഷൻ എ എറർ ഓഫ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി കോമ്പൻസേറ്റിംഗ് എറർ, ഓപ്ഷൻ സി എറർ ഓഫ് കമ്മീഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ എറർ ഓഫ് കമ്മീഷൻ. സാധാരണ കേസിൽ ഇങ്ങനെ എമൗണ്ടുമായി ബന്ധപ്പെട്ട എററുകളൊക്കെ നമുക്ക് എറർ ഓഫ് കമ്മീഷനായിട്ട് പരിഗണിക്കാവുന്നതാണ്. എങ്കിലും എല്ലാ എമൗണ്ടുമായി ബന്ധപ്പെട്ട എററും എറർ ഓഫ് കമ്മീഷനായി തെറ്റിദ്ധരിക്കരുത്. ഇത് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എഴുതുക. നമ്മുടെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എറേഴ്സ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എൻട്രി പാസ്ഡ് ടു ബ്രിങ് the asset and liabilities from the previous year to the current year. കഴിഞ്ഞ വർഷത്തെ അസറ്റും ലയബിലിറ്റിയും ഈ വർഷത്തെ അക്കൗണ്ടിനോടൊപ്പം ചേർക്കുന്നത് എന്ത് ടൈപ്പിലുള്ള എൻട്രി ആണ്? ഓപ്ഷൻ എ ക്ലോസിംഗ് എൻട്രി, ഓപ്ഷൻ ബി ഓപ്പണിംഗ് എൻട്രി, ഓപ്ഷൻ സി ട്രാൻസ്ഫറിംഗ് എൻട്രി, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റിംഗ് എൻട്രി. ആൻസർ ഓപ്ഷൻ ബി ഓപ്പണിംഗ് എൻട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്നത് ഏത് ടൈപ്പിലുള്ള അക്കൗണ്ട് ആണ്? ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ സി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഇംപേഴ്സണൽ അക്കൗണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്നത് എപ്പോഴും ഓർത്തിരിക്കുക ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും, ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, amount spent for installing a new purchased machinery is a dash expenditure. പുതിയതായി പർച്ചേസ് ചെയ്ത ഒരു മെഷീനറി സ്ഥാപിക്കാൻ എടുക്കുന്ന ചെലവുകൾ ഏത് ടൈപ്പിലുള്ള എക്സ്പെൻഡിച്ചറിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി റിയൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമ്മൾ ഒന്ന് രണ്ട് തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പുതിയതായി പർച്ചേസ് ചെയ്യുന്ന അസറ്റ് ഏതുമായിക്കോട്ടെ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുകളായിക്കോട്ടെ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം ഡിപ്രീസിയേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് അസറ്റ്. ഡിപ്രീസിയേഷൻ എന്നത് ഏത് ടൈപ്പിലുള്ള അസറ്റുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ കറന്റ് അസറ്റ്, ഓപ്ഷൻ ബി ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ സി വേസ്റ്റിംഗ് അസറ്റ്, ഓപ്ഷൻ ഡി ഫിക്റ്റീഷ്യസ് അസറ്റ്. കറന്റ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഫ്ലക്ച്വേഷൻ എന്ന് നമ്മൾ പഠിച്ചു. ഡിപ്രീസിയേഷൻ ഈസ് റിലേറ്റഡ് ടു ഫിക്സഡ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നോമിനൽ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ടു ദ. നോമിനൽ അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ സി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ട്രേഡിംഗ് ആൻഡ് പി&എൽ അക്കൗണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോമിനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അതിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രേഡിംഗ് ആൻഡ് പി&എൽ അക്കൗണ്ടിലേക്കാണ്. ട്രേഡിംഗ് ആൻഡ് പി&എൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഡയറക്റ്റ് ഇൻകം, പി&എൽ അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഡോക്യുമെന്റ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക്. സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെന്റ് ഏതാണ്? ഓപ്ഷൻ എ ഡെബിറ്റ് നോട്ട്, ഓപ്ഷൻ ബി ഇൻവോയിസ്, ഓപ്ഷൻ സി ക്രെഡിറ്റ് നോട്ട്, ഓപ്ഷൻ ഡി സെയിൽസ് ബിൽ. ആൻസർ ഓപ്ഷൻ സി ക്രെഡിറ്റ് നോട്ടാണ്. നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലർ ആണ്, ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പർച്ചേസർ അല്ലെങ്കിൽ ബയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് അക്കൗണ്ട് ഈസ് റിലേറ്റഡ് വിത്ത് റെക്ടിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് എറേഴ്സ്. അക്കൗണ്ടിംഗ് എറേഴ്സിന്റെ റെക്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? ഓപ്ഷൻ എ സസ്പെൻസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി റെക്ടിഫിക്കേഷൻ അക്കൗണ്ട്, ഓപ്ഷൻ സി അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ എ സസ്പെൻസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ടൈപ്പ് ഓഫ് ലയബിലിറ്റി വിച്ച് may or may not occur in future
which depend upon the happening of the particular event. ഇത് ലയബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ലയബിലിറ്റി ആണെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇവന്റിനെ ആശ്രയിച്ചു മാത്രമാണ് ഇത് ലയബിലിറ്റി ആകണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ ടൈപ്പിലുള്ള ലയബിലിറ്റിയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ലോങ് ടെയിൽ ലയബിലിറ്റി, ഓപ്ഷൻ ബി കണ്ടിജന്റ് ലയബിലിറ്റി, ഓപ്ഷൻ സി ഫിക്സഡ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ ബി കണ്ടിജന്റ് ലയബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ബോത്ത് ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ recorded on both sides of an account or statement is called. If both aspects of transaction recorded on both sides of an account or statement is called. ഒരു ട്രാൻസാക്ഷന്റെ രണ്ട് തരത്തിലുള്ള ആസ്പെക്റ്റും രണ്ട് സൈഡിലും എൻട്രി ചെയ്യുകയാണെങ്കിൽ, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഓപ്പണിംഗ് എൻട്രീസ്, ഓപ്ഷൻ ബി കോമ്പൗണ്ട് ജേണൽ എൻട്രീസ്, ഓപ്ഷൻ സി കോൺട്രാ എൻട്രി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ കോൺട്രാ എൻട്രി ആണ്. കോൺട്രാ എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ദ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഓർഡർ ഓഫ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഓർഡറിലാണ്? ഓപ്ഷൻ എ ലിക്വിഡിറ്റി, ഓപ്ഷൻ ബി പെർമനൻസ്, ഓപ്ഷൻ സി ടോട്ടൽ മെത്തേഡ്, ഓപ്ഷൻ ഡി ബാലൻസ് മെത്തേഡ്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും പെർമനൻസ് ഓർഡറിലായിരിക്കും. പെർമനൻസ് ഓർഡറിലായിരിക്കും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് ബാലൻസ് മെത്തേഡും ടോട്ടൽ മെത്തേഡും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ബാലൻസ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ബൈ ദ ഡാഷ് ടു ദ ഡാഷ്. ട്രേഡ് ഡിസ്കൗണ്ട് ആർക്ക് കൊടുക്കുന്നതാണ്? ഡെറ്റർ ടു ദ ക്രെഡിറ്റർ ആണോ, ക്രെഡിറ്റർ ടു ദ ഡെറ്റർ ആണോ, ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ ആണോ, ബാങ്ക് ടു ദ കസ്റ്റമർ ആണോ? ആൻസർ ഹോൾസെയിലർ ടു ദ റീറ്റെയിലർ. ഒരു തരത്തിലും ഒരു ബുക്കിലും എൻ്റർ ചെയ്യാത്ത ഒരു ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നത്. ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ബൾക്ക് പർച്ചേസ് നടത്തുന്ന സമയത്ത് ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. അക്രൂഡ് ഇൻകം ഈസ് ദ ഡാഷ് ടു ദ ബിസിനസ്. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അക്രൂഡ് ഇൻകം എന്നത് എന്താണ്? ഓപ്ഷൻ എ എക്സ്പെൻസ്, ഓപ്ഷൻ ബി ഇൻകം, ഓപ്ഷൻ സി അസറ്റ്, ഓപ്ഷൻ സി ലയബിലിറ്റി. അക്രൂഡ് ഇൻകം എന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആയിരിക്കും. അസറ്റ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആവർത്തിച്ച് വീണ്ടും വീണ്ടും കേട്ടു പഠിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.